أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹുദൈബിയ സന്ധിയെക്കുറിച്ച് ഇന്ന് കുറച്ചുകൂടി വിവരണങ്ങൾ നൽകുന്നതാണ്. ഹദ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് സീറത്ത് ഖാത്തമുൻ നബിയിനിൽ ഈ സംഭവത്തെ പരാമർശിച്ചുകൊണ്ട് എഴുതുന്നു: ഉടമ്പടികളിൽ പഴുതുകൾ ബാക്കിയാകാറുണ്ട്. അത് പിന്നീട് ചില സമയത്ത് വലിയ ഫലങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യുന്നു. ഹുദൈബിയ സന്ധിയിലും ഈ ഒരു പഴുത് ഉണ്ടായിരുന്നു. അതിൽ മുസ്ലിം പുരുഷന്മാരെ തിരിച്ചയക്കുന്നത് സംബന്ധിച്ച് വ്യക്തമായ പരാമർശം ഉണ്ടായിരുന്നെങ്കിലും മക്കക്കാർക്കിടയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിങ്ങൾക്കിടയിലേക്ക് വരുന്ന സ്ത്രീകളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ വളരെ വേഗം തന്നെ മക്കയിലെ കാഫിര്യങ്ങൾക്ക് ഈ പഴുതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി ബോധ്യമായി തുടങ്ങി. അങ്ങനെ ഈ സന്ധിയിൽ കുറച്ച് സമയം കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. മക്കയിൽ നിന്ന് ചില മുസ്ലിം സ്ത്രീകൾ കാഫിര്യങ്ങളുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ട് മദീനയിലെത്തി. അതിൽ ഏറ്റവും ആദ്യം വന്നത് മക്കയിലെ മരണപ്പെട്ടുപോയ ഒരു മുശ്രിക് പ്രമാണിയായ ഉഖ്ബ ബിൻ അബി മുഅയ്ത്തിന്റെ മകൾ ഉമ്മു കുൽസും ആയിരുന്നു. ഇവർ മാതാവ് വഴിക്ക് ഹദ്രത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ സഹോദരിയായി വരും. ഉമ്മു കുൽസും വളരെ ധൈര്യപൂർവ്വം കാൽനടയായി മദീനയിലെത്തി. ഇത്രയും നീണ്ട യാത്ര ആ സ്ത്രീ കാൽനടയായിട്ടാണ് പിന്നിട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിലെത്തി താൻ ഇസ്ലാം സ്വീകരിച്ചുവെന്ന് പറയുകയുണ്ടായി. പക്ഷേ അവർക്ക് പിന്നിൽ അവരുടെ 2 അടുത്ത ബന്ധുക്കളും അവരെ പിടികൂടുന്നതിന് വേണ്ടി എത്തുകയും അവരെ തിരിച്ചയക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഉടമ്പടിയിൽ പുരുഷന്മാരെന്ന പദമാണ് ഉപയോഗിച്ചതെങ്കിലും വാസ്തവത്തിൽ ഉടമ്പടി പൊതുവായിട്ടുള്ളതിനാൽ അത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ബാധകമാണെന്നായിരുന്നു അവരുടെ വാദം. എന്നാൽ ഉമ്മു കുൽസും ഉടമ്പടിയുടെ വാക്കുകൾക്ക് പുറമെ സ്ത്രീകൾ ഈ ഉടമ്പടിയിൽ നിന്ന് ഒഴിവാണെന്ന വാദക്കാരിയായിരുന്നു. കാരണം സ്ത്രീകൾ വളരെ അബലകളാണെന്നും പൊതുവെ പുരുഷന്മാരെ അപേക്ഷിച്ച് കീഴൊതുങ്ങിക്കഴിയുന്ന പ്രകൃതിയിലാണെന്നും അതുകൊണ്ട് അവരെ തിരിച്ചയക്കുന്നത് ആത്മീയമായ മരണത്തിന്റെ വായിലേക്ക് തള്ളിവിടുന്നത് പോലെയാണെന്നും ഇസ്ലാമിൽ നിന്ന് അകറ്റുകയാണെന്നും പറയുകയുണ്ടായി. ചുരുക്കത്തിൽ സ്ത്രീകൾ ഈ ഉടമ്പടിയിൽ നിന്നും ഒഴിവാണെന്ന് മനസ്സിലാക്കപ്പെടുന്നത് തികച്ചും ഉടമ്പടിക്ക് അനുസൃതം മാത്രമല്ല, ബുദ്ധിപരമായി നീതിയുക്തവും അനിവാര്യവും ആയിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായും ന്യായമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു കുൽസുമിന് അനുകൂലമായി വിധി പറയുകയും അവരുടെ കുടുംബക്കാരെ തിരിച്ചയക്കുകയും ചെയ്തു. അള്ളാഹുവും ഈ വിധിയെ പിന്തുണയ്ക്കുകയാണുണ്ടായത്. അങ്ങനെ ഈ ദിവസങ്ങളിൽ ഖുർആനിക ആയത്തുകൾ ഇറങ്ങുകയുണ്ടായി. അതായത് ഏതെങ്കിലും സ്ത്രീ മുസ്ലിമാണെന്ന് വാദിച്ചുകൊണ്ട് മദീനയിൽ വരികയാണെങ്കിൽ അവരെ നല്ലപോലെ പരീക്ഷണ വിധേയരാക്കുക. അവർ നല്ലവളും ആത്മാർത്ഥതയുള്ളവളും ആണെന്ന് കാണുന്നുവെങ്കിൽ പിന്നെ അവരെ നിഷേധികളുടെ അടുക്കലേക്ക് ഒരിക്കലും അയക്കരുത്. അഥവാ അവർ വിവാഹിതയാണെങ്കിൽ അവരുടെ മഹർ അവരുടെ മുശ്രിക്കായ ഭർത്താവിന് തീർച്ചയായും കൊടുക്കേണ്ടതാണ്. ഇതിനുശേഷം മക്കയിൽ നിന്ന് ഏതൊരു സ്ത്രീ മദീനയിൽ എത്തുകയാണെങ്കിലും അവരെ നല്ലപോലെ നിരീക്ഷണ വിധേയമാക്കുകയും അവരുടെ ഉദ്ദേശവും ആത്മാർത്ഥതയും നല്ലപോലെ അന്വേഷിച്ചറിയുകയും ചെയ്തിരുന്നു. പിന്നെ നല്ലവരും ആത്മാർത്ഥതയുള്ളവരും ആണെന്ന് സ്ഥാപിതമായാൽ അവരുടെ ഹിജ്റത്തിൽ ഭൗതികമോ സ്വേച്ഛയോ ഇല്ലെന്ന് കണ്ടാൽ അവരെ മദീനയിൽ തന്നെ വയ്ക്കുമായിരുന്നു. അവർ വിവാഹിതയാണെങ്കിൽ അവരുടെ മഹർ അവരുടെ ഭർത്താവിന് നൽകുകയും ചെയ്തിരുന്നു. അതിനുശേഷം അവർക്ക് മുസ്ലിങ്ങളെ ആരെയെങ്കിലും
വിവാഹം കഴിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഉടമ്പടിയുടെ നിബന്ധനകൾ സംബന്ധമായി ഹദരത്ത് അബൂ ബസീറിന്റെ ഒരു സംഭവം കാണപ്പെടുന്നുണ്ട്. അതിന്റെ വിശദീകരണം ഇപ്രകാരമാണ്. ഹുദൈബിയ സന്ധിയിലെ നിബന്ധനകളിലൊന്ന്, ഖുറൈശികളിൽ നിന്ന് ഏതെങ്കിലും വ്യക്തി മുസ്ലിമായി മദീനയിലേക്ക് വരികയാണെങ്കിൽ മദീനക്കാർ അദ്ദേഹത്തിന് അഭയം നൽകരുതെന്ന് മാത്രമല്ല തിരിച്ചയക്കുകയും ചെയ്യേണ്ടതാണ്. എന്നാൽ ഏതെങ്കിലും മുസ്ലിം ഇസ്ലാമിനെ ഒഴിവാക്കി മക്കയിലേക്ക് തിരിക്കുകയാണെങ്കിൽ മക്കക്കാർ അയാളെ തിരിച്ചയക്കുന്നതല്ല. പ്രത്യക്ഷത്തിൽ ഈ നിബന്ധന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപമാനകരമാണെന്ന് കരുതപ്പെട്ടിരുന്നു. അതുകൊണ്ട് പല മുസ്ലിങ്ങളും അതിൽ അസ്വസ്ഥരുമായിരുന്നു. എത്രത്തോളം എന്നാൽ തങ്ങളുടെ അവകാശങ്ങൾ പോലും ഒഴിവാക്കുകയാണെന്ന നിഗമനത്തിൽ ഹസരത്ത് ഉമറിനെ പോലുള്ള ഉന്നത സ്ഥാനീയരും ജ്ഞാനികളുമായ സഹാബാക്കളും ആ സാഹചര്യത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അതായത് അന്നത്തെ സാഹചര്യത്തിൽ ആളുകൾ ഈ തീരുമാനത്തെ സംബന്ധിച്ചിടത്തോളം മാനസികമായി നീറുകയും ഇടിമിന്നലേറ്റ അവസ്ഥയിലും ആയിരുന്നു. ഈ നിബന്ധനയിൽ നീരസവും അസ്വസ്ഥതയും ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം വളരെ വേഗം തന്നെ ഉണ്ടായ സാഹചര്യങ്ങൾ വാസ്തവത്തിൽ ഈ നിബന്ധന ഖുറൈശികളുടെ ദുർബലാവസ്ഥയ്ക്കും മുസ്ലിങ്ങളുടെ സുദൃഢതയ്ക്കും കാരണമായെന്ന് തെളിയിക്കുകയുണ്ടായി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ഏതെങ്കിലും മുസ്ലിം മദീനയിൽ നിന്ന് മുഖം തിരിക്കുകയാണെങ്കിൽ അത് ഒരു വൃത്തിഹീനമായ അവയവം പോലെ മുനാഫിക്ക് അതല്ലെങ്കിൽ വക്രമായ ഹൃദയമുള്ളവൻ ആയിരിക്കും. അവർക്ക് മാത്രമേ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം പിന്നെ അതിനെ ഉപേക്ഷിക്കാനും മുർത്തദ്ദാകാനും കഴിയുകയുള്ളൂ. അതുകൊണ്ട് അയാൾ പോവുകയാണെങ്കിൽ പോകുന്നതാണ് അഭികാമ്യം. അയാളെ മദീനയിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം തന്നെ എന്താണ്? അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടക്കത്തിൽ തന്നെ പറയുകയുണ്ടായി, ശരി, ഞങ്ങൾക്ക് അതിൽ യാതൊരു ആക്ഷേപവുമില്ല. കാരണം അത് ഒരു വൃത്തിഹീനമായ ഭാഗമായിരിക്കും. അതിനെ മുറിച്ചു മാറ്റുന്നത് തന്നെയാണ് ഉചിതം. എന്നാൽ അതിന് പകരം ആരെങ്കിലും സത്യഹൃദയത്തോടെ മുസ്ലിമായി മക്കയിൽ നിന്ന് പുറപ്പെടുകയാണെങ്കിൽ അയാൾക്ക് മദീനയിൽ ഇടം കിട്ടിയാലും ഇല്ലെങ്കിലും എവിടെയായിരുന്നാലും ഇസ്ലാമിൽ ശക്തി പകരാൻ കാരണമായി തീരുകയും ഒടുവിൽ അള്ളാഹു അയാൾക്ക് വേണ്ടി ഏതെങ്കിലും വഴി തുറന്നു കൊടുക്കുകയും ചെയ്യുന്നതാണ്. ഈ നിലപാട് വളരെ വേഗം അത് സത്യമാണെന്ന് തെളിയിച്ചു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ തിരിച്ചെത്തി കൂടുതൽ സമയം കഴിയുന്നതിന് മുമ്പേ മക്ക നിവാസിയും ബനു സുഹറ ഗോത്രത്തിന്റെ സുഹൃത്തുമായിരുന്ന അബൂ ബസീർ ഉത്ബ ബിൻ ഉസൈദ് സഖഫി മുസ്ലിമായി മക്കക്കാരുടെ തടവറയിൽ നിന്നോടി മദീനയിലേക്കെത്തി. ഖുറൈശികൾ അദ്ദേഹത്തിന് പിന്നിൽ 2 ആളുകളെ അയച്ചിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അബൂ ബസീറിനെ ഉടമ്പടിയുടെ നിബന്ധനയനുസരിച്ച് അവർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ബസീറിനെ വിളിച്ച് തിരിച്ചു പോകാൻ കൽപ്പന നൽകി. അബൂ ബസീർ മുന്നിൽ വന്ന് കരഞ്ഞു വിലപിച്ചു തുടങ്ങി. താൻ മുസ്ലിമാണെന്നും ഇവർ തന്നെ മക്കയിൽ ദ്രോഹിക്കുമെന്നും ഇസ്ലാമിൽ നിന്ന് പിന്തിരിയാൻ ബലം പ്രയോഗിക്കുമെന്നും കരഞ്ഞു പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങൾ ഉടമ്പടി ചെയ്തത് കാരണം നിർബന്ധാവസ്ഥയിലാണുള്ളത്. നിങ്ങളെ ഇവിടെ നിർത്താൻ നിർവാഹമില്ല. നിങ്ങൾ അള്ളാഹുവിനെ മുൻനിർത്തി സഹനം കൈക്കൊള്ളുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും വഴി തുറക്കുന്നതാണ്. പക്ഷേ ഞങ്ങൾ നിർബന്ധിതാവസ്ഥയിലാണുള്ളത്. ഒരു കാരണവശാലും ഉടമ്പടി ലംഘിക്കാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉടമ്പടി പാലിക്കുന്ന കാര്യത്തിൽ എത്രമാത്രം ശുഷ്കാന്തിയായിരുന്നു. നിസ്സഹായനായ അബൂ ബസീർ അവരോടൊപ്പം തിരിച്ചുപോയി. പക്ഷെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ താൻ മക്കയിലെത്തിയാൽ പലതരം ദ്രോഹങ്ങൾക്കും വിധേയമാകുമെന്നും ഇസ്ലാം എന്ന അനുഗ്രഹത്തെ മറച്ചു വെക്കേണ്ടി വരുമെന്നും ഒരുപക്ഷെ തീവ്ര മർദ്ദന മുറകൾ കാരണം അത് കൈയൊഴിയേണ്ടി വരുമോ എന്നുമുള്ള ചിന്തകൾ ഉണ്ടായി. അങ്ങനെ വളരെയേറെ അസ്വസ്ഥനായിരുന്നു. അതുകൊണ്ട് ഈ പാർട്ടി സുൽ ഹുലൈഫയിൽ എത്തിയപ്പോൾ, ഇത് മദീനയിൽ നിന്ന് ഏതാനും മൈൽ ദൂരെ മക്കയിലേക്കുള്ള വഴിയിൽ ആണ് ഉള്ളത്. അബൂ ബസീർ തക്കം പാർത്ത് പ്രസ്തുത പാർട്ടിയുടെ നേതാവിനെ വകവരുത്തി 2ാമത്തെ ആളെയും കുറിമാനമാക്കുകയായിരുന്നു. പക്ഷേ അയാൾ ജീവനും കൊണ്ടോടി. അബൂ ബസീറിന് മുമ്പേ മദീനയിലേക്ക് എത്തി. പിന്നാലെ അബൂ ബസീറും മദീനയിൽ വന്നു. ഇയാൾ മദീനയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ ഇരിക്കുകയായിരുന്നു. അയാളുടെ ഭയപ്പാട് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയാൾക്ക് എന്തോ ഒരു വലിയ ഭയം ഉള്ളതായി തോന്നുന്നു. അതോടൊപ്പം അയാൾ പേടിച്ചു വിറച്ച് പറയുകയുണ്ടായി,
എൻ്റെ കൂട്ടുകാരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു, ഞാനും മരണത്തിന്റെ വായിലാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവങ്ങളെല്ലാം കേൾക്കുകയും അയാളെ സാന്ത്വനിപ്പിക്കുകയും ചെയ്തു. ഇത്രയും ആയപ്പോഴേക്കും അബൂബസീറും കയ്യിൽ വാളുമേന്തി എത്തുകയുണ്ടായി. എത്തിയ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു, യാ റസൂലല്ലാ, അങ്ങ് എന്നെ ഖുറൈശികളുടെ കയ്യിൽ ഏൽപ്പിച്ചതാണ്. അതോടെ അങ്ങയുടെ ഉത്തരവാദിത്വവും തീർന്നു. പക്ഷെ അള്ളാഹു എന്നെ അക്രമകാരികളിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഇനി അങ്ങേക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനിയന്ത്രിതമായി പറഞ്ഞു, വൈലുൻ ഉമ്മിഹി മസ്ഇറു ഹർബുൻ ലൗ കാൻ ലഹു അഹദുൻ. അതായത് അയാളുടെ മാതാവിന് ദോഷമുണ്ടാകട്ടെ. ഈ വാക്കുകൾ അറേബ്യൻ ശൈലിയാണ്. വാക്കർത്ഥത്തിന് അതീതമായി ആക്ഷേപം അല്ലെങ്കിൽ ആശ്ചര്യം, അതുമല്ലെങ്കിൽ നീരസം ഉണ്ടാകുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനെ പറയാറുള്ളത്. തുടർന്ന് പറഞ്ഞു, ഇയാൾ യുദ്ധാഗ്നി പടർത്തുകയാണ്. ആരെങ്കിലും ഇയാളെ ഒതുക്കിയിരുന്നെങ്കിൽ. അബൂബസീർ ഈ വാക്കുകൾ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടമ്പടി കാരണത്താൽ ഏതായാലും അയാളോട് തിരിച്ചു പോകാൻ പറയുമെന്ന് മനസ്സിലാക്കി. ഇത് സംബന്ധമായി ബുഖാരിയിലുള്ള വാക്കുകൾ ഇപ്രകാരമാകുന്നു. فلما سمع ذلك عرف أنه سيرده إليهم. അതായത് അബൂബസീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കുകൾ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതായാലും അയാളെ മക്കക്കാരോടൊപ്പം തിരിച്ചയക്കുമെന്ന് മനസ്സിലാക്കി. അങ്ങനെ അയാൾ രഹസ്യമായി അവിടെ നിന്ന് പുറപ്പെട്ടു. മക്കയിൽ പോകുന്നത് തന്റെ ആത്മീയവും ഭൗതികവുമായ മരണമാണെന്ന് കണ്ടപ്പോൾ ചെങ്കടലിന്റെ തീരത്ത് നിന്ന് മാറി സീഫുൽ ബഹറിലെത്തി. മക്കയിൽ രഹസ്യമായും ദുർബലരായും കഴിഞ്ഞിരുന്ന മുസ്ലിങ്ങൾക്ക് അബൂബസീർ മറ്റൊരു താവളമുണ്ടാക്കി എന്നറിഞ്ഞപ്പോൾ അവർ മക്കയിൽ നിന്ന് പതിയെ പതിയെ സീഫുൽ ബഹറിലേക്ക് എത്തിത്തുടങ്ങി. അവരിൽ മക്കാമൂപ്പനായ സുഹേൽ ബിൻ അമ്രിന്റെ മകൻ അബൂ ജന്തലും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഹുദൈബിയിൽ നിന്ന് തിരിച്ചയച്ചതാണ്. അതേക്കുറിച്ച് കഴിഞ്ഞ തവണ പറഞ്ഞതാണ്. ഏതായാലും മന്ദം മന്ദം അവിടെയുള്ള ആളുകളുടെ എണ്ണം ഏകദേശം 70 വരെ എത്തി. ചില നിവേദനങ്ങളനുസരിച്ച് 300 വരെ എത്തിയെന്നും കാണപ്പെടുന്നു. അങ്ങനെ ഒരർത്ഥത്തിൽ മദീനയ്ക്ക് പുറത്ത് മറ്റൊരു സ്ഥലത്തുകൂടി ഇസ്ലാമിക രാജ്യം ഉടലെടുക്കുകയാണ്. അവർ മതപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കീഴിലും എന്നാൽ രാഷ്ട്രീയമായി വേറിട്ടവരും സ്വതന്ത്രരുമായിരുന്നു. ഒരു ഭാഗത്ത് ഹിജാസിന്റെ അതിർത്തിയിൽ വേറിട്ടവും സ്വതന്ത്രവുമായ ഒരു രാഷ്ട്രീയ സംവിധാനം ഉണ്ടാകുന്നത് ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അപകടകരമായിരുന്നു. മറുഭാഗത്ത് സീഫുൽ ബഹറിലെത്തിയ മുഹാജിരീങ്ങൾ മക്ക ഖുറൈശികളിൽ നിന്ന് കഠിനമായി പരിക്കേറ്റവരുമായിരുന്നു. അതുകൊണ്ട് കൂടുതൽ സമയം കഴിയുന്നതിന് മുമ്പേ സീഫുൽ ബഹറിലുള്ള മുഹാജിരീങ്ങളും മക്ക ഖുറൈശികളും തമ്മിലുള്ള ബന്ധം ഏറെക്കുറെ ആരംഭകാലത്ത് മദീനയിലെ മുഹാജിരീങ്ങളുമായി ഉണ്ടായിരുന്ന അതേ അവസ്ഥയിലേക്ക് എത്തുകയുണ്ടായി. സീഫുൽ ബഹർ മദീനയിൽ നിന്ന് ഷാമിലേക്ക് പോകുന്ന വഴിയുടെ വളരെ സമീപമായിരുന്നു. അതുകൊണ്ട് ഖുറൈശി കച്ചവട സംഘങ്ങളുമായി ഈ മുഹാജിരീങ്ങളുടെ ഏറ്റുമുട്ടലുകൾ ആരംഭിച്ചു. ഈ പുതിയ യുദ്ധം വളരെ വേഗത്തിൽ തന്നെ ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം ഭയാനകമായ ഒരവസ്ഥയിലേക്കും എത്തിച്ചു. കാരണം ഖുറൈശികൾ നേരത്തെ ഉണ്ടായിരുന്ന യുദ്ധങ്ങൾ നിമിത്തം ദുർബലരായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവരുടെ എണ്ണവും നേരത്തേതിൽ നിന്നും വളരെ കുറവായിരുന്നു. അവർക്കെതിരിൽ സീഫുൽ ബഹറിലെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കടിഞ്ഞാൺ അബൂബസീർ, അബൂ ജന്തൽ തുടങ്ങിയ ജീവത്യാഗം വരിക്കാൻ സന്നദ്ധരായവരുടെ കൈകളിലായിരുന്നു. വിശ്വാസത്തിന്റെ നവോന്മേഷവും തങ്ങളുടെ മുൻകാല ദുരിതങ്ങളുടെ കൈപ്പേറിയ ഓർമ്മകളും ഏതൊരു ഏറ്റുമുട്ടലിനെയും പരിഗണിക്കാത്ത വിധം മിന്നൽ പിണർ കണക്കെയുള്ള ശക്തിയായി തീർന്നിരുന്നു. അതിന്റെ പരിണിതഫലം എന്തെന്നാൽ കുറച്ചു സമയത്തിനകം തന്നെ ഖുറൈശികൾ ആയുധം വെച്ച് അടിയറവ് പറഞ്ഞു. അബൂബസീറിന്റെ സംഘത്തിന്റെ ആക്രമണങ്ങളാൽ പൊറുതിമുട്ടിയ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിൽ ഒരു പ്രതിനിധി സംഘം മുഖേന അപേക്ഷ നൽകുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലവുമായുള്ള തങ്ങളുടെ കുടുംബ ബന്ധത്തെ മുൻനിർത്തി അവർ ഇങ്ങനെ യാചിച്ചു: സീഫുൽ ബഹറിൽ പലായനം ചെയ്തവരെ മദീനയിലേക്ക് വിളിച്ച് നിങ്ങളുടെ സംവിധാനത്തിന്റെ ഭാഗമാക്കേണ്ടതാണ്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഹുദൈബിയ സന്ധിയിലുണ്ടാക്കിയ നവമുസ്ലിങ്ങൾക്ക് മദീനയിൽ അഭയം നൽകാൻ പാടില്ലെന്ന ഹുദൈബിയ സന്ധിയിലുണ്ടാക്കിയ നിബന്ധനയെ നിഷേധികൾ തന്നെ സന്തോഷപൂർവ്വം ദുർബലപ്പെടുത്തി കൊടുത്തു. മുസ്ലിങ്ങളായി മദീനയിൽ വരുന്നവരെ തിരിച്ചയക്കണമെന്ന നിബന്ധന അവർ സ്വയം പിൻവലിക്കുകയും നിങ്ങൾ അവരെ തീർച്ചയായും തങ്ങളോടൊപ്പം ചേർത്തുകൊള്ളുക എന്നും പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അപേക്ഷ അംഗീകരിക്കുകയും അബൂബസീറിനും അബൂജന്തലിനും കത്തുമുഖേന വിവരമറിയിക്കുകയും ചെയ്തു. ഖുറൈശികൾ സ്വന്തം ഇഷ്ടപ്രകാരം ഉടമ്പടിയിൽ തിരുത്തൽ വരുത്തിയിരിക്കുന്നു, അതുകൊണ്ട് മദീനയിലേക്ക് വരാവുന്നതാണ്.
നിങ്ങൾ മദീനയിലേക്ക് വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതൻ മുഖേന സീഫുൽ ബഹറിലെത്തിയപ്പോൾ ആ സമയത്ത് അബൂബസീർ രോഗിയായി കിടപ്പിലായിരുന്നു. അവസ്ഥ വളരെ മോശവുമായിരുന്നു. അബൂബസീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുഗ്രഹീത കത്ത് വളരെ താല്പര്യപൂർവ്വം തന്റെ കൈകളിൽ പിടിക്കുകയും കുറച്ചു സമയത്തിനകം അതേ അവസ്ഥയിൽ തന്നെ മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹം വഫാത്തായി. അതിനുശേഷം അബൂജന്തലും കൂട്ടരും തങ്ങളുടെ ധൈര്യശാലിയും സ്ഥിരത്തിനുമായ അമീറിനെ സീഫുൽ ബഹറിൽ കബറടക്കുകയും സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും സമ്മിശ്ര വികാരങ്ങളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിൽ എത്തുകയും ചെയ്തു. അവരുടെ ധൈര്യശാലിയായ നേതാവ്, ഈ സംഭവങ്ങളുടെ എല്ലാം നായകൻ അബൂബസീറിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പാതാരവിന്ദങ്ങളിൽ ചുംബിക്കാൻ അവസരം കിട്ടാത്തതായിരുന്നു ദുഃഖത്തിന് കാരണം. അതേസമയം തങ്ങൾക്ക് തന്റെ യജമാനന്റെ പാതാര വൃത്തങ്ങളിൽ എത്താൻ കഴിഞ്ഞതിലും നബി സല്ലല്ലാഹു ഖുറൈശികളുമായുള്ള രക്തരൂഷിത പോരാട്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞതിലുമാണ് സന്തോഷമുണ്ടായിരുന്നത്. അമുസ്ലിം ചരിത്രകാരന്മാർ അവരുടെ സ്ഥായിയായ സ്വഭാവമനുസരിച്ച് ചരിത്രത്തെ വളച്ചൊടിക്കുകയും ഇസ്ലാമിനുമേൽ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഹുദൈബിയ സന്ധിയെ സംബന്ധിച്ച് ക്രിസ്തീയ ചരിത്രകാരന്മാരുടെ ആക്ഷേപങ്ങൾ കാണപ്പെടുന്നുണ്ട്. അതേക്കുറിച്ച് ഹദരത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, ഏറെക്കുറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവത്തെക്കുറിച്ചും ക്രിസ്തീയ ചരിത്രകാരന്മാർ ആക്ഷേപം ഉന്നയിക്കാതിരുന്നിട്ടില്ല. ഹുദൈബിയ സന്ധിയുടെ സംഭവവും ഇതേ ഗണത്തിന് കീഴിൽ വരുന്നു. മറ്റ് ചില അനുബന്ധങ്ങളും അപ്രധാനവുമായ ആക്ഷേപങ്ങളെ മാറ്റി നിർത്തിയാൽ ക്രിസ്തീയ ചരിത്രകാരന്മാർ ഹുദൈബിയ സന്ധിയെക്കുറിച്ച് രണ്ട് ആക്ഷേപങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവത്തെക്കുറിച്ചും ക്രിസ്തീയ ചരിത്രകാരന്മാർ ആക്ഷേപം ഉന്നയിക്കാതിരുന്നിട്ടില്ല. ഹുദൈബിയ സന്ധിയുടെ സ്വഭാവവും ഇതേ ഗണത്തിന് കീഴിൽ വരുന്നു. ചില അനുബന്ധങ്ങളും അപ്രധാനമായ ആക്ഷേപങ്ങളും മാറ്റി നിർത്തിയാൽ ക്രിസ്തീയ ചരിത്രകാരന്മാർ ഹുദൈബിയ സന്ധിയെക്കുറിച്ച് രണ്ട് ആക്ഷേപങ്ങളാണ് പ്രധാനമായും പറയാറുള്ളത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധി നിർദ്ദേശങ്ങളിൽ നിന്ന് സ്ത്രീകളെ ഒഴിവാക്കുന്നു. ഇത് ഉടമ്പടിയുടെ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ അനുവദനീയമായിരുന്നില്ല. കാരണം ഉടമ്പടിയുടെ വാക്കുകൾ പൊതുവായിട്ടുള്ളതാണ്. അതിൽ സ്ത്രീയും പുരുഷനും എല്ലാം ഉൾപ്പെടുന്നു. രണ്ട്, അബൂബസീറിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടമ്പടിയുടെ അകക്കാമ്പിനെ തന്നെ വലിയിരിക്കുകയുണ്ടായി. കൂടാതെ അബൂബസീറിനോട് മക്കയിലേക്ക് പോകുന്നതിന് പകരം സ്വന്തമായി ഒരു സംഘമുണ്ടാക്കാനാണ് പറഞ്ഞത്. അത് ഈ ഉടമ്പടിക്ക് എതിരുമായിരുന്നു. ഈ ആരോപണങ്ങളുടെ മറുപടിയിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം ഉടമ്പടി മക്കയിലെ ഖുറൈശികളുമായിട്ടായിരുന്നു. മക്കയിലെ ഖുറൈശികൾ ഇസ്ലാമിന്റെ ആരംഭകാലം മുതൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരിൽ യുദ്ധസന്നദ്ധരായിരുന്നു. ഉടമ്പടി ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും അവരുടെ പ്രതിനിധികൾ മുഖേന നമ്മൾ കണ്ടതാണത്. ഏതായാലും എല്ലാ കാര്യങ്ങളും ആക്ഷേപം ഉന്നയിക്കുന്നതും അപഹസിക്കുന്നതും ഈ ജനതയുടെ സ്വഭാവമാണ്. മറ്റൊന്ന്, ഇവർ ഏതോ വിദൂരതയിൽ കഴിയുന്ന അന്യസമൂഹമായിരുന്നില്ല. അവർക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ലപോലെ അറിവുണ്ടായിരുന്നു. അതായത് ഉടമ്പടി ചെയ്യപ്പെട്ട ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും നല്ലപോലെ അറിവുണ്ടായിരിക്കേണ്ടതുമാണ്. അങ്ങനെ ഉടമ്പടി ചെയ്യപ്പെട്ട ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തന്നെ ആളുകളും ജനതയുമായിരുന്നു. ഓരോ കാര്യത്തെക്കുറിച്ചും അറിവുള്ളവരുമായിരുന്നു. വളരെ വിശദീകരിച്ചുള്ള ഉടമ്പടിയാണ് അവർ തയ്യാറാക്കിയത്. അതുകൊണ്ട് സ്ത്രീക്കും പുരുഷനും അതിൽ ഉൾപ്പെട്ടിരുന്നു എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് അതിന് കീഴിൽ വരുന്നതെന്നും അല്ലാത്തതെന്നും അവർക്ക് നല്ലപോലെ ബോധ്യമുണ്ടായിരിക്കും. അങ്ങനെ എഴുതുന്നു, ഉടമ്പടിയുടെ നിബന്ധനകളെ പറ്റി എല്ലാ വിശദാംശങ്ങളും അതിൻ്റെ പൂർണ്ണരൂപമായ പശ്ചാത്തലവും അവരുടെ എല്ലാ കണ്ണുകൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. മക്കയിലെ ഖുറൈശികൾ, അതായത് ഉടമ്പടിയുടെ എതിരാളികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ കാര്യത്തിൽ ആക്ഷേപമൊന്നും ഉന്നയിച്ചിട്ടില്ല. ഈ ഉടമ്പടിക്കെതിരായി അവർ അതിനെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ പിന്നെ 13 കൊല്ലങ്ങൾക്ക് ശേഷം ഉള്ള ആളുകളുടെ കണ്ണുകളിൽ നിന്ന് ഒരുപാട് ഘടകങ്ങളുടെ വിശദാംശങ്ങൾ ഗോപ്യവും അവർക്ക് ഈ ഉടമ്പടിയുടെ പശ്ചാത്തലത്തെപ്പറ്റി നല്ലപോലെ അറിവുമില്ലായിരിക്കും. പക്ഷേ എങ്ങനെയാണ് ആക്ഷേപം ഉന്നയിക്കുന്നത്? അന്നത്തെ മുശ്രിക്കീങ്ങൾ ആരും ആക്ഷേപം ഉന്നയിച്ചിരുന്നില്ല. എന്നാൽ ഇന്നത്തെ പക്ഷപാതികൾ ഇസ്ലാമിന് എതിരിൽ ആക്ഷേപം ഉന്നയിക്കുന്നു. ഇത് വാദി അലസനും പ്രതി സക്രിയനുമാണെന്ന അവസ്ഥയിലാണ്. ആരും ആയിട്ടാണോ ഈ സംഭവം നടന്നത്, അവരത് ശരിയാണെന്ന് സമ്മതിച്ച് നിശബ്ദരായി കഴിച്ചുകൂട്ടി. പക്ഷേ 13 നൂറ്റാണ്ടിന് ശേഷം വരുന്നവർ ആകാശം ചുമന്നിരിക്കുന്നവരെ പോലെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. മക്കയിലെ കാഫിര്യങ്ങളും അറേബ്യയിലെ മറ്റു നിഷേധികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരിലും ഇസ്ലാമിനെതിരിലും ഉയർത്തിയ ആക്ഷേപങ്ങൾ ഖുർആനിലും ഹദീസിലും അറേബ്യൻ ചരിത്രത്തിലും നിറഞ്ഞിരിക്കുന്നതായി കാണാം.
എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരിടത്ത് പോലും ഹുദൈബിയ സന്ധിയുടെ കാര്യത്തിൽ മുസ്ലിങ്ങളുടെ കരാർ ലംഘനത്തെക്കുറിച്ച് ആക്ഷേപം കാണപ്പെടാത്തത്? ഒരു നീണ്ട കാലം വരെയും യാതൊരു ആക്ഷേപവും ഉന്നയിക്കപ്പെട്ടിട്ടില്ല എന്നിരിക്കെ ഇന്നിവർക്ക് ആക്ഷേപം ഉന്നയിക്കണമെന്ന് തോന്നുകയാണോ? ഇതിനു പുറമെ ശക്തമായ മറ്റൊരു സാക്ഷ്യം കൂടി തെളിവായിട്ടുണ്ട്. ഹുദൈബിയ സന്ധിക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റോമൻ ചക്രവർത്തി കൈസറിന് തബ്ലീഗ് കത്ത് അയച്ചിരുന്നു. ആ സമയത്ത് യാദൃച്ഛികമായി മക്ക മൂപ്പനായ അബൂ സുഫിയാൻ ബിൻ ഹർബ് ഷാമിലേക്ക് പോയിട്ടുമുണ്ടായിരുന്നു. ഹിർക്കൽ ചക്രവർത്തി അയാളെ തന്റെ കൊട്ടാരത്തിനകത്തേക്ക് വിളിച്ചു വരുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഏതെങ്കിലും കരാർ ലംഘിച്ചിട്ടുണ്ടോ എന്നതായിരുന്നു ആ സമയത്തുള്ള ചോദ്യം. ഈ ചോദ്യത്തിന് മറുപടിയിൽ ആ സമവായത്തിൽ എതിരാളികളുടെ നേതാവും ഇസ്ലാമിന്റെ ബദ്ധശത്രുവുമായ അബൂ സുഫിയാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇല്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു ഉടമ്പടിയും ചെയ്തിട്ടില്ല. അതേസമയം ഇപ്പോൾ ഞങ്ങളുമായി ഒരു സന്ധി ചെയ്തിട്ടുണ്ട്. അതിന്റെ കാലയളവ് ഈ ഉടമ്പടിയുടെ അവസാനമാകുമ്പോഴേക്കുമാണ്. അദ്ദേഹം എങ്ങനെയാണ് പെരുമാറുക എന്നറിയില്ല. അബൂ സുഫിയാൻ പറയുന്നു, ഈ മുഴുനീള സംസാരത്തിനിടയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാചകം അധികരിപ്പിക്കുകയല്ലാതെ ആ സന്ദർഭത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെതിരിൽ ഹിർക്കലിന്റെ മുന്നിൽ എന്തെങ്കിലും വിധത്തിൽ സംശയമുണ്ടാക്കാൻ ഇടയുള്ള മറ്റൊന്നും പറയാൻ കഴിഞ്ഞില്ല. അബൂ സുഫിയാനും ഹിർക്കലും തമ്മിലുള്ള ഈ സംസാരം ഹുദൈബിയ സന്ധി കഴിഞ്ഞ് ഉടൻ തന്നെ ഉണ്ടായതല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിർക്കലിന്റെ പേരിൽ കത്ത് തയ്യാറാക്കി അയക്കുകയും കത്ത് ഹിർക്കലിന്റെ അടുക്കലെത്തുകയും പിന്നെ ഹിർക്കൽ രാജസദസ് കൂടുകയും പിന്നെ അബൂ സുഫിയാനെ തെരഞ്ഞുപിടിച്ച് തന്റെ സദസ്സിലേക്ക് വിളിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് തീർച്ചയായും സമയമെടുത്തിട്ടുണ്ടാകും. കാരണം അക്കാലഘട്ടത്തിൽ യാത്രകൾ എളുപ്പമുള്ളതായിരുന്നില്ല. ഒരുപക്ഷെ ഈ സമയത്തിനിടയിൽ അബൂബസീർ മദീനയിലേക്ക് ഓടി വന്നതും ഉമ്മു കുൽസും അയാളെ മുസ്ലിം സ്ത്രീകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിയതുമായ സംഭവങ്ങളുമെല്ലാം നടന്നിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ എല്ലാ ചരിത്രകാരന്മാരും അബൂബസീറിന്റെയും ഉമ്മു കുൽസുമിന്റെയും സംഭവങ്ങൾ ആദ്യം റോമൻ ലിപിയിലാണ് തയ്യാറാക്കിയത്, അതിനുശേഷമാണ് വിവരിച്ചിട്ടുള്ളത്. ഏതായാലും ഇങ്ങനെ ആയിട്ട് പോലും അബൂ സുഫിയാൻ ഹിർക്കലിന്റെ സവിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരിൽ ഉടമ്പടി ലംഘിച്ചതായ ആരോപണമൊന്നും തന്നെ ഉന്നയിക്കാൻ കഴിഞ്ഞില്ല. അതേസമയം അയാളുടെ വാക്കുകൾ വ്യക്തമാക്കി തരുന്നത് എന്തെങ്കിലും അവസരം കിട്ടിയാൽ അത് നഷ്ടപ്പെടുത്തരുത് എന്നതാണ്. അയാൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുമാണ്. ഏതായാലും അതിന് 13 നൂറ്റാണ്ടുകൾക്ക് ശേഷം ജനിച്ച വിമർശകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരിൽ കരാർ ലംഘനത്തെക്കുറിച്ച് ആക്ഷേപമുന്നയിക്കുന്നതിൽ അല്പം പോലും ദൈവഭയത്തെക്കുറിച്ച് ഓർക്കുന്നില്ല. കഷ്ടകരമെന്നല്ലാതെ എന്തു പറയാൻ. ഇനി ആക്ഷേപങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ അതിന്റെ പൊള്ളത്തരം കുറെ കൂടി വ്യക്തമാകുന്നതാണ്. ഉദാഹരണമായി ആദ്യത്തെ ആക്ഷേപം കരാറിൽ സ്ത്രീയും പുരുഷനും ഉൾപ്പെട്ടിരുന്നു എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വമേധയാ സ്ത്രീകളെ ഒഴിവാക്കി എന്നതുമാണ്. നേരത്തെ വിവരിച്ചതുപോലെ ഈ ആക്ഷേപം തികച്ചും അബദ്ധവും അടിസ്ഥാനരഹിതവുമാകുന്നു. കാരണം ഏറ്റവും വിശ്വാസയോഗ്യമായ നിവേദനങ്ങളിൽ വിവരിക്കപ്പെട്ടിട്ടുള്ള ഉടമ്പടിയുടെ വാക്കുകൾ വളരെ വ്യക്തവും ആയും കാണപ്പെടുന്നത് ഉടമ്പടിയുടെ വിവക്ഷയിൽ പുരുഷന്മാർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും സ്ത്രീകളും പുരുഷന്മാരും രണ്ടു കൂട്ടരും ഇല്ലായിരുന്നു എന്നുമാണ്. നേരത്തെ പറഞ്ഞു വന്നതുപോലെ സഹീഹ് ബുഖാരിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഉടമ്പടിയുടെ വാക്കുകൾ ഇപ്രകാരമാണ്: ലാ യാതിക മിന്ന റജലുൻ വഇൻ കാന അലാ ദീനിക ഇല്ലാ റദത്തഹു ഇലൈന. അതായത് ഞങ്ങളിലേക്ക് ഏതൊരു പുരുഷനും താങ്കളുടെ അടുക്കൽ നിന്ന് വരികയാണെങ്കിൽ അയാൾ മുസ്ലിം ആണെങ്കിലും ശരി, അയാളെ ജനങ്ങളിലേക്ക് തിരിച്ചയക്കേണ്ടതാണ്. ഇത്രയും വ്യക്തവും അതീതവുമായ വാക്കുകൾ ഉണ്ടായിരിക്കെ ഈ ഉടമ്പടിയിൽ സ്ത്രീ പുരുഷന്മാർ രണ്ടു കൂട്ടരും ഉൾപ്പെടുന്നുവെന്ന് ആക്ഷേപിക്കുന്നത് അന്യായം മാത്രമല്ല, മറിച്ച് അങ്ങേയറ്റത്തെ വഞ്ചന കൂടിയാകുന്നു. ഇനി ചരിത്രത്തിലെ ചില നിവേദനങ്ങളിൽ ഉടമ്പടിയുടെ വാക്കുകളിൽ റജുലുൻ അഥവാ പുരുഷന്മാർ എന്ന പദം ഇല്ലെന്നും മറിച്ച് പൊതുവായ വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്നും അതിൽ സ്ത്രീയും പുരുഷനും രണ്ടു കൂട്ടരും ഉൾപ്പെടുന്നു എന്നുമാണ് പറയുന്നത്. എങ്കിൽ അതിനുള്ള മറുപടി ഇപ്രകാരമാകുന്നു: ഇനി ചരിത്രത്തിലെ ചില നിവേദനങ്ങളിൽ ഉടമ്പടിയുടെ വാക്കുകളിൽ റജുലുൻ അഥവാ പുരുഷന്മാർ എന്ന പദം ഇല്ലെന്നും മറിച്ച് പൊതുവായ വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നും അതിൽ സ്ത്രീക്കും പുരുഷനും രണ്ടു കൂട്ടരും ഉൾപ്പെടുന്നു എന്നുമാണ് പറയുന്നത്. എങ്കിൽ അതിനുള്ള മറുപടി ഇപ്രകാരമാണ്: ഒന്ന്, സുവ്യക്തവും സുഭദ്രവുമായ നിവേദനങ്ങൾക്ക് ഏതായാലും മുൻഗണന നൽകേണ്ടതാണ്. സിഹായ നിവേദനങ്ങളിൽ റജുലുൻ അഥവാ പുരുഷൻ എന്ന പദം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനെ തന്നെ ശരിയായ പദമെന്ന് അംഗീകരിക്കേണ്ടതാണ്. കൂടാതെ ചരിത്ര നിവേദനങ്ങളിൽ വന്നിട്ടുള്ള വാക്കുകളെക്കുറിച്ചും നല്ലപോലെ ചിന്തിക്കുകയാണെങ്കിൽ അതും ഈ വിശദീകരണത്തിന് അനുകൂലമാണെന്ന് കാണാൻ കഴിയും. ഉദാഹരണമായി സുപ്രസിദ്ധ ചരിത്രഗ്രന്ഥമായ സീറത്ത് ഇബ്നു ഹിഷാമിൽ
कि मन अता मोहम्मदन मिन कुरैशन बगैर इज़्न वलियही रद्दहु अलैहिम. അതായത് ഖുറൈശികളിൽ നിന്ന് ഏതെങ്കിലും വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പക്കൽ തന്റെ ഗാർഡിയന്റെ അനുവാദം കൂടാതെ വരികയാണെങ്കിൽ അയാളെ ഖുറൈശികളിലേക്ക് തന്നെ തിരിച്ചയക്കേണ്ടതാണ് എന്ന് വന്നിട്ടുണ്ട്. അറബി വാചകത്തിൽ പുരുഷൻ എന്ന പദം പ്രകടമായി വന്നിട്ടില്ലെങ്കിലും അറബി ഭാഷയുടെ പ്രാരംഭജ്ഞാനമുള്ള ഏതൊരു ആലിമിനും മറ്റ് ഭാഷകളെ അപേക്ഷിച്ച് അറബിയിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ പദാവലിയും സർവനാമങ്ങളും ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നും മേൽ വാചകത്തിൽ ആദ്യം മുതൽ അവസാനം വരെ പുരുഷന്മാരെ സംബന്ധിച്ച് ഉപയോഗിച്ചിട്ടുള്ളതാണെന്നും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ചുരുക്കത്തിൽ ഉടമ്പടികളുടെ ഭാഷ വിശദീകരിക്കുന്നതിന്റെ തത്വങ്ങളനുസരിച്ച് തീർച്ചയായും ഈ വാചകത്തിൽ പുരുഷന്മാർ മാത്രമേ ഗണിക്കപ്പെടുകയുള്ളൂ. ചില സന്ദർഭങ്ങളിൽ പൊതുവായ ഭാഷാ പ്രയോഗത്തിൽ പുരുഷന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൽ പുരുഷന്മാരോടൊപ്പം സ്ത്രീകളെയും വിവരിക്കാറുണ്ട്. എന്നാൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വാചകം ഇത്തരത്തിലുള്ളതല്ല, മറിച്ച് ഉടമ്പടിയുടെ വാചകങ്ങളാണ്. അതിന് നിയമപരമായ സ്ഥാനമുണ്ട്, മറിച്ച് അതിനേക്കാൾ ഉപരിയായ സ്ഥാനമാണ് ഉള്ളത്. കാരണം അതിലെ ഓരോ വാക്കും പദവും ചിന്തിച്ച് മനസ്സിലാക്കിയാണ് വെച്ചിട്ടുള്ളത്. വാക്കുകൾ തെരഞ്ഞെടുത്തതാകട്ടെ ഇരു കൂട്ടരുടെയും തർക്കങ്ങൾക്കും സമ്മതങ്ങൾക്കും ശേഷമാണ്. അതുകൊണ്ട് ഇത്തരം വാചകങ്ങളിൽ പരിമിതവും സവിശേഷവുമായ പരിധിക്കുള്ളിലുള്ള വിവക്ഷ മാത്രമേ നൽകപ്പെടാൻ കഴിയുകയുള്ളൂ. വിമർശനത്തിന്റെ കഥയും വിശദീകരണവും നിങ്ങൾ കഴിഞ്ഞ ഖുതുബയിൽ കേട്ട് കഴിഞ്ഞതാണ്. എത്രമാത്രം ശക്തമായിട്ടാണ് കാഫിര്യങ്ങളുടെ പ്രതിനിധി വിമർശനങ്ങൾ ഉന്നയിച്ചിട്ട് ഉണ്ടായിരിക്കുക. ചുരുക്കത്തിൽ ഈ നിലയ്ക്കും ഈ ഉടമ്പടിയിൽ പുരുഷന്മാർ മാത്രമാണ് വിവക്ഷിക്കപ്പെടുന്നതെന്നും പുരുഷന്മാരെ കൂടാതെ സ്ത്രീകൾ ഉൾപ്പെടുന്നില്ല എന്നും വ്യക്തമാകുന്നുണ്ട്. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞു വന്നതുപോലെ സ്ത്രീകൾ വളരെ അബലകളാകുന്നു. പൊതുവിൽ തന്റെ ഭർത്താവിൻ്റെയോ പുരുഷന്മാരായ ബന്ധുക്കളുടെയോ കരുണയ്ക്ക് കീഴിലാണ് ഉള്ളത്. അതുകൊണ്ട് അവരെ തിരിച്ചയക്കുന്നതിൻ്റെ അർത്ഥം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അവരെ വീണ്ടും സ്വന്തം കൈകളാൽ കുഫറിൻ്റെയും ശിർക്കിൻ്റെയും വഴികളിലേക്ക് തിരിച്ചുവിടുക എന്നതാണ്. അത് കാരുണ്യമോ വാത്സല്യമോ അല്ല, മറിച്ച് നീതിന്യായ വ്യവസ്ഥകളിൽ നിന്ന് ബഹുഘാതം ദൂരെയാണ്. ആ ഒരു പുരുഷനെ തിരിച്ചയക്കുമ്പോഴും മക്കയിലെ കാഫിര്യങ്ങൾ അദ്ദേഹത്തെ പലതരത്തിലുള്ള ശിക്ഷകൾക്കും ദുരിതങ്ങൾക്കും വിധേയനാക്കും എന്ന ആശങ്കയ്ക്ക് പ്രസക്തിയുണ്ട്. പക്ഷേ പുരുഷൻ ഏതായാലും പുരുഷനാണല്ലോ. അയാൾക്ക് പ്രയാസങ്ങൾ ശക്തമായി നേരിടാൻ കഴിയുമെന്ന് മാത്രമല്ല, ആവശ്യാനുസരണം എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കാനോ ഓടിപ്പോകാനോ കൂട്ടം ചേർന്ന് രക്ഷപ്പെടുന്നതിനുള്ള മാർഗമുണ്ടാക്കാനോ കഴിയുന്നതാണ്. അതായിരുന്നു അബൂ ബസീർ ചെയ്തത്. എന്നാൽ നിസ്സഹായായ ഒരു സ്ത്രീക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവൾക്കൊന്നുകിൽ നിർബന്ധപൂർവ്വം ഇസ്ലാം കൈയൊഴിയേണ്ടി വരും, അതല്ലെങ്കിൽ മരണം വരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലുള്ള കരുണയും ആർദ്രതയുമുള്ള ഒരു മഹാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ദുർബലകളും അബലകളുമായ മുസ്ലിം സ്ത്രീകളെ കാഫിര്യങ്ങളുടെ ആക്രമണങ്ങളുടെ മുന്നിലേക്ക് തിരിച്ചയക്കുക എന്നത് സാധ്യമല്ലായിരുന്നു. ചുരുക്കത്തിൽ അവരുടെ ചെയ്തതെല്ലാം ഉടമ്പടിയുടെ വാക്കുകൾക്ക് തികച്ചും അനുസൃതവും ശരിയുമായിരുന്നു. കൂടാതെ നീതിയും ന്യായവും കരുണയും വാത്സല്യവുമുള്ള തത്വങ്ങളുടെ അടിസ്ഥാനത്തിലും തികച്ചും ഉചിതവുമായിരുന്നു. ആക്ഷേപകരുടെ പങ്കിൽ തികച്ചും അപഹാസ്യതയല്ലാതെ മറ്റൊന്നും കാണപ്പെടുന്നില്ല. ആക്രമിക്കപ്പെടുന്ന അബലകളായ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സംവിധാനത്തെപ്പറ്റിയും ദുർനാക്കിട്ടടിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ആക്ഷേപം അബൂ ബസീറിന്റെ സംഭവവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ അവധാനതയോടെ ചിന്തിക്കുകയാണെങ്കിൽ ഈ ആക്ഷേപവും തികച്ചും പൊള്ളയും ദുർബലവുമാണെന്ന് വ്യക്തമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ കാഫിര്യങ്ങളുമായി ചെയ്ത ഉടമ്പടിയിൽ മക്കയിലെ കാഫിര്യങ്ങളിൽ നിന്ന് മദീനയിലേക്ക് ഓടിവരുന്ന പുരുഷന്മാർ അവർ മുസ്ലിങ്ങൾ ആയവരാണെങ്കിലും ശരി, അവർക്ക് മദീനയിൽ അഭയം കൊടുക്കുന്നതല്ലെന്നും തിരിച്ചയക്കപ്പെടുന്നതാണെന്നും ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഒരു ചോദ്യം ഉയരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉടമ്പടി ലംഘിച്ചിട്ടുണ്ടായിരുന്നുവോ? ഇല്ല, ഒരിക്കലുമില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉടമ്പടി പൂർത്തിയാക്കുന്നതിൽ തികവറ്റതും പ്രൗഢവുമായ മാതൃകയാണ് കാണിച്ചു തന്നത്. അതിന് തത്തുല്യമായത് സമർപ്പിക്കുന്ന കാര്യത്തിൽ ലോകം നിസ്സഹായരാകുന്നു. നല്ലപോലെ ചിന്തിച്ചു നോക്കുക. അബൂ ബസീർ ഇസ്ലാമിന്റെ സത്യാന്വേഷിയും കാഫറാക്കി നടക്കുന്നതിനെ തുടർന്ന് മക്കയിൽ നിന്ന് ഓടിപ്പോയ ആളുമാണ്. കാഫിര്യങ്ങളുടെ ദ്രോഹത്തിൽ നിന്ന് സുരക്ഷിതനാവാനും തന്റെ വിശ്വാസത്തെ സംരക്ഷിക്കാനും പാത്തും പതുങ്ങിയും മദീനയിലേക്ക് എത്തുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ അക്രമകാരികളായ കുടുംബക്കാർ അദ്ദേഹത്തിന്റെ പിന്നാലെ എത്തുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തെ വാളിന്റെ ബലത്താൽ ഇസ്ലാമിന്റെ സത്യത്തിൽ നിന്നും പിന്തിരിപ്പിച്ച് നിർബന്ധപൂർവ്വം തിരിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ രണ്ടു കൂട്ടർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തിലെത്തുന്നു. അബൂ ബസീർ ഇടറിയ ശബ്ദത്തിലും സഹനപൂർവ്വവും ഉണർത്തിക്കുന്നു, യാ റസൂലല്ലാഹ്, അള്ളാഹു എനിക്ക് ഇസ്ലാം എന്ന അനുഗ്രഹം നൽകിയിരിക്കുന്നു.
മക്കയിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ എനിക്ക് മുന്നിലുള്ള ദുഃഖത്തെയും അറിയാവുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിനോർത്ത് എന്നെ തിരിച്ചയക്കരുത്. എന്നാൽ അതിനെതിരിൽ അബൂബസീറിന്റെ കുടുംബക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, ഞങ്ങളിലുള്ള ഏതൊരു ധിക്കാരി മദീനയിൽ വന്നാലും അയാളെ തിരിച്ചയക്കാമെന്ന് താങ്കൾ ഞങ്ങളുമായി ഉടമ്പടിയുണ്ട്. അബൂബസീറിന്റെ വഞ്ചനയും തന്റെ സഹാബാക്കളും ആത്മാഭിമാനികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കണ്ണുകൾക്ക് മുന്നിലുണ്ടായിരുന്നു. തന്റെ സ്വന്തം വികാരങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹൃദയത്തിൽ അലതല്ലുന്നുണ്ടായിരുന്നു. പക്ഷേ വിശ്വസ്തതയുടെയും സത്യസന്ധതയുടെയും ആൾരൂപമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ശബ്ദത്തിൽ മല പോലെ ഉറച്ചു നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്നു. എത്രമാത്രം വാത്സല്യം നിറഞ്ഞ വാക്കുകളാണെന്ന് നോക്കുക. അല്ലയോ അബൂബസീർ, ഞാൻ ഈ ആളുകളുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. നമ്മുടെ മതത്തിൽ ഉടമ്പടി ലംഘിക്കുന്നത് അനുവദനീയമല്ല. അതും നിങ്ങൾക്കറിയാവുന്നതാണ്. നോക്കുക, ഇവിടെ ഒരു ജീവന്റെ പ്രശ്നമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നമ്മുടെ മതത്തിൽ ഉടമ്പടി ലംഘിക്കുന്നത് അനുവദനീയമല്ല. നമ്മൾ സാധാരണഗതിയിൽ ചെറിയ ചെറിയ ഉടമ്പടികൾ ലംഘിക്കുമ്പോൾ അത് നമ്മുടെ വിശ്വാസപരമായ അവസ്ഥ തന്നെയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുന്നു, നിങ്ങൾ ഈ ആളുകളോടൊപ്പം തിരിച്ചു പോവുക. നിങ്ങൾ സഹനവും സ്ഥൈര്യവുമായി ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളെപ്പോലുള്ള നിസ്സഹായരായ മറ്റു മുസ്ലിങ്ങൾക്കും അള്ളാഹു താൻ തന്നെ ഏതെങ്കിലും രക്ഷപ്പെടാനുള്ള മാർഗം തുറന്നു തരുന്നതാണ്. ആ രക്ഷപ്പെടുന്നതിനുള്ള മാർഗം തുറന്നത് നാം കണ്ടു കഴിഞ്ഞതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശമനുസരിച്ച് അബൂബസീർ മക്കക്കാരോടൊപ്പം തിരിച്ചുപോയി. അങ്ങനെ അദ്ദേഹം മക്കയുടെ വഴിയിൽ തന്നെ ബന്ധനസ്ഥനാക്കി കൊണ്ടുപോകുന്ന ആളുകളുമായി ശണ്ട കൂടുകയും അതിൽ വിജയിക്കുകയും പിന്നെ വീണ്ടും തിരിച്ചെത്തുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ വളരെ ഈർഷ്യയോടെ പറഞ്ഞു, വൈലുൻ ഉമ്മിഹി മസ്ഇറു ഹർബുൻ ലൗകാന ലഹു അഹദുൻ. അതായത് അയാളുടെ മാതാവിന് അത് ദോഷകരമാകുന്നു. ഇയാൾ യുദ്ധത്തീ കത്തിക്കുകയാണ്. ആരെങ്കിലും ഇയാളെ പിടിച്ചിരുന്നുവെങ്കിൽ. ഈ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ തിരിച്ചയക്കുമെന്ന് അബൂബസീറിന് ഉറപ്പായി. അങ്ങനെ മദീനയിൽ നിന്ന് രഹസ്യമായി സ്വയം തന്നെ പുറത്തേക്ക് പോകുന്നു. പിന്നെ വളരെ വിദൂരമായ വേറൊരു സ്ഥലത്ത് തന്റെ സങ്കേതമുണ്ടാക്കുന്നു. ഇനി ഈ എല്ലാ സംഭവങ്ങളെയും നീതിപൂർവ്വം നോക്കുകയാണെങ്കിൽ ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എന്ത് ഉത്തരവാദിത്തമാണ് വന്നു ചേരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരിൽ എങ്ങനെയാണ് ആക്ഷേപം ഉന്നയിക്കാൻ കഴിയുക? അതായത് വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യത്തിൽ തന്റെ വികാരങ്ങളെ ചവിട്ടിമെതിച്ചുകൊണ്ടാണ് ഉടമ്പടി പാലിച്ചത്. ഒരു തവണയല്ല, മറിച്ച് 2 തവണ അബൂബസീറിനെ തിരിച്ചയച്ചു. തിരിച്ചയക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, പ്രൗഢമായ വാക്കുകൾക്ക് തുല്യമായത് ലോകചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വികാരങ്ങളെയും തന്റെ സഹാബാക്കളുടെ വികാരങ്ങളെയും അബൂബസീറിന്റെ വികാരങ്ങളെയും പാടെ അവഗണിച്ചുകൊണ്ട് ഈ എല്ലാ നിബന്ധനയിലും ഉടമ്പടിയിലും പോയി അവരിൽ നിന്ന് സ്വതന്ത്രമായി മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതേപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മേൽ എങ്ങനെയാണ് ആക്ഷേപം ഉന്നയിക്കാൻ കഴിയുക? മക്കയിൽ നിന്ന് ഓടിപ്പോകുന്ന ഓരോ ആളെയും മക്കയിലേക്ക് തിരിച്ചെത്തിക്കണമെന്ന ഉത്തരവാദിത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മേൽ ഉണ്ടെന്ന് ഏത് നിബന്ധനയുടെ അടിസ്ഥാനത്തിലാണ് പറയാൻ കഴിയുക? കഷ്ടകരം എന്നല്ലാതെ എന്തു പറയാൻ? ഇസ്ലാം ശത്രുക്കൾ ഒരു കാര്യത്തിലും ഇസ്ലാമിനോട് നീതി കാണിക്കുന്നില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബസീറിന് അദ്ദേഹം സ്ഥാപിച്ച ക്യാമ്പിൽ നിന്ന് മദീനയിലേക്ക് തിരിച്ചു വരാൻ കൽപ്പന നൽകണമായിരുന്നുവെന്നും, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യാതിരുന്നത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടമ്പടിയുടെ വാക്കുകളെയല്ല മറിച്ച് അതിൻ്റെ ആത്മാവിനെയാണ് ക്ഷതം ഏൽപ്പിച്ചത് എന്നും ആക്ഷേപം ഉന്നയിക്കുകയാണെങ്കിൽ അതും ഒരു പൊള്ളയായ ആരോപണം മാത്രമാകുന്നു. ആകയാൽ ഈ ആക്ഷേപവും തികച്ചും വിവരക്കേടാണ്. ഉടമ്പടിയുടെ വാക്കുകളും അതിൻ്റെ ആത്മാവും ഈ ആക്ഷേപത്തെ പൂർണ്ണമായി നിരാകരിക്കുന്നു. ഉടമ്പടിയുടെ നിബന്ധനയിൽ മക്കയിൽ നിന്ന് ആരെങ്കിലും മുസ്ലിമായി മദീനയിലേക്ക് ഓടി വരികയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ തിരിച്ച് മക്കയിലേക്ക് അയക്കണമെന്ന ഉടമ്പടിയിലെ നിബന്ധനയിലുള്ള വാക്കുകൾ വ്യക്തമാക്കുന്നത് എന്തെന്നാൽ ഈ നിബന്ധനയുടെ താല്പര്യം ഇത്തരത്തിൽ വരുന്ന ആളുകൾ മുസ്ലിങ്ങൾ ആണെങ്കിൽ പോലും മദീനയിലെ ഇസ്ലാമിക ഭരണവൃത്തത്തിനകത്തേക്ക് സ്വീകരിക്കപ്പെടുന്നതല്ല എന്നാകുന്നു. അതായത് അയാൾ വിശ്വാസപരമായി മുസ്ലിം ആണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ തൻ്റെ മദീനയിലെ ഭരണകൂടത്തിന് കീഴിൽ ഉൾപ്പെടുത്തുന്നതല്ല. അങ്ങനെയുള്ള ഒരു വ്യക്തി സ്വന്തം ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെട്ടിരിക്കെ അയാളെ സംബന്ധിച്ച് അയാൾ എവിടെയായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് തിരിച്ചു പോകണമെന്ന കൽപ്പന നൽകുമെന്ന്
പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഇത് എത്രമാത്രം അക്രമപരമായ നിലപാടാണ്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ മദീനയിൽ നിർത്തുകയാണെങ്കിൽ ഉയർത്തുന്ന ആക്ഷേപം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ മുസ്ലിം ആണെങ്കിൽ പോലും മദീനയിൽ നിർത്തില്ല എന്ന ഉടമ്പടി ഉണ്ടെന്ന് മദീനയിൽ നിന്ന് പുറത്താക്കി മക്കക്കാരെ ഏൽപ്പിക്കുമ്പോൾ പറയുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് അദ്ദേഹത്തെ തന്റെ മരണത്തിന് കീഴിൽ വരുന്നതിന് കൽപ്പന നൽകിയില്ല എന്ന ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. ചുരുക്കത്തിൽ രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിലും ഇത് പൊള്ളയായതും ദുർബലമായതും യുക്തിരഹിതവുമായ ആക്ഷേപമാകുന്നു. ബുദ്ധിയുള്ള ഒരാൾക്കും അതിലേക്ക് ശ്രദ്ധിക്കാൻ സാധ്യമല്ല. വാസ്തവത്തിൽ വിവേകശൂന്യമായ നിബന്ധന മക്കക്കാരുടെ ഭാഗത്ത് നിന്ന് ഉടമ്പടിയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു മുസ്ലിം മുഹാജിറിനും മദീനയിൽ അഭയം കൊടുക്കാൻ പാടില്ല. അള്ളാഹു അതിനെ തന്നെ എതിരാളികൾക്ക് ശിക്ഷയുടെ രൂപത്തിൽ മറുപടിയായി നൽകുകയാണ് ചെയ്യുന്നത്. നമ്മുടെ റസൂൽ ഏതായാലും ഉടമ്പടി പാലിക്കുന്നു. പക്ഷേ നിങ്ങൾ തന്നെ നിങ്ങളുടെ വഴികളിൽ മുള്ള് വിതറുകയാണ്. നിങ്ങളുടെ വഴിയിൽ മുള്ളു വിതറുകയാണ്. പക്ഷേ നിങ്ങളുടെ തന്നെ ആയുധങ്ങളുമായി നിങ്ങളുടെ കൈകൾ അറുക്കുകയാണ് ചെയ്യുന്നത്. മക്കയിൽ നിന്ന് മുസ്ലിമായി മദീനയിലേക്ക് പോകുന്ന ഏതെങ്കിലും മുസ്ലിം യുവാവിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ തുടരാൻ അനുവദിക്കാതെ മദീനയുടെ സാമ്രാജ്യത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് നിങ്ങൾ തന്നെയാണ് ആവശ്യപ്പെട്ടത്. എന്നിരിക്കെ മദീനയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകൾ എവിടെയായിരുന്നാലും അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന നൽകുകയും തന്റെ സാമ്രാജ്യത്തിൽ ഉൾപ്പെടുത്തി മക്കയിലേക്ക് എത്തിക്കണമെന്നും പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഇത് തികച്ചും വിവരക്കേടാകുന്നു. നിങ്ങൾ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ആളുകളുടെ ആത്മീയ കാര്യങ്ങളിലും അവരുടെ പരലോക ജീവിത കാര്യത്തിലും ഭരണം നടത്തുകയാണെങ്കിൽ പോലും അവരുടെ സാമൂഹികവും ഭൗതികവുമായ കാര്യങ്ങളിൽ ഭരണാധിപനാകേണ്ട എന്ന നിബന്ധന വെച്ചത്. അതായത് അവർക്ക് മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല. അവർ മുസ്ലിങ്ങളായതുകൊണ്ട് ആത്മീയപരമായ കാര്യങ്ങളിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബയ്യത്തിൽ ഉൾപ്പെടുന്നവരും അവർ മുസ്ലിങ്ങളെന്നും മുഅ്മിനീങ്ങളെന്നും പറയപ്പെടുന്നവരുമായിരിക്കും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അംഗീകരിച്ച ഈ കൂട്ടർ രാഷ്ട്രീയപരമായി അതങ്ങനെ ആയിരിക്കുന്നതല്ല, ശരിയല്ലായിരിക്കാം. നിങ്ങൾ തന്നെ അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ രാഷ്ട്രീയാധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതായാലും ഇത് മക്ക ഖുറൈശികളുടെ തന്ത്രമായിരുന്നു. അത് അവർക്ക് തന്നെ തിരിച്ചടിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കോന്തല ഏതായാലും വിശുദ്ധമായിരിക്കുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടമ്പടിയുടെ വാക്കുകളും പൂർത്തീകരിച്ചു. അബൂബസീറിനെ മക്കക്കാരുടെ കൈകളിൽ ഏൽപ്പിച്ചു. മദീനയിൽ നിന്ന് തിരിച്ചയച്ചു. മാത്രമല്ല ഉടമ്പടിയുടെ ആത്മാവിനെയും നിലനിർത്തി. അതായിരുന്നു ഈ ഉടമ്പടിയുടെ യഥാർത്ഥ ഉദ്ദേശവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബസീറിനെയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരെയും തന്റെ രാഷ്ട്രീയ വൃത്തത്തിൽ നിന്നും പുറത്താക്കി. അങ്ങനെ എല്ലാ നിലയ്ക്കും തന്റെ സത്യസന്ധത പുലർത്തുകയും ചെയ്തു. മക്കക്കാരാകട്ടെ തങ്ങൾ തന്നെ വിരിച്ച വലയിൽ പെടുകയാണ് ചെയ്തത്. പിന്നെ വളരെ ഇളിംഭ്യരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലെത്തി തങ്ങൾ ഈ നിബന്ധനയെ ഉടമ്പടിയിൽ നിന്ന് ഒഴിവാക്കുന്നതായി അറിയിക്കുകയും ചെയ്യുന്നു. വൈലിൻ ഉമ്മിഹി മസ്ഇറു ഹർബുൻ ലൗകാൻ ലഹു അഹദുൻ, അയാളുടെ പിതാവിന് ദോഷമാകുന്നു. അയാൾ യുദ്ധത്തീ കത്തിക്കുകയാണ്. ആരെങ്കിലും ഇയാളെ പിടിച്ചു വെച്ചിരുന്നെങ്കിൽ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കുകളിൽ അബൂബസീറിനുള്ള സൂചന ഉണ്ടെന്നാണ് പറയുന്നത്. അതോടൊപ്പം ഈ വാക്കുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വേറെ പാർട്ടി ഉണ്ടാക്കി ഖുറൈശികളുമായി യുദ്ധനൃത്തം തുടങ്ങുക എന്ന സൂചന നൽകിയതായും ആക്ഷേപം ഉന്നയിക്കപ്പെടുന്നു. ഇത് എത്രമാത്രം അക്രമപരവും നിന്ദ്യവും ബുദ്ധിഹീനവും ആയ സംഭവങ്ങളുടെ കാര്യത്തിലുള്ള അജ്ഞതയും നിമിത്തമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സത്യസാക്ഷ്യത്തിനും അനാവശ്യമായ യുദ്ധങ്ങളിൽ നിന്നുള്ള തന്റെ പിന്മാറ്റത്തിനുമുള്ള വ്യക്തമായ തെളിവാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാൾ യുദ്ധാഗ്നി ആളിക്കത്തിക്കാൻ ശ്രമിക്കുകയാണോ എന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. യുദ്ധം ചെയ്യൂ എന്ന സൂചന നൽകിയില്ല. അതുമല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബസീറിന്റെ പ്രവൃത്തിയിൽ തന്റെ നിരപരാധിത്വവും അതുമായുള്ള ബന്ധമില്ലായ്മയും പ്രഖ്യാപിക്കുന്നു. അതല്ലാതെ അദ്ദേഹത്തിന് മറ്റ് രഹസ്യ സൂചന നൽകി യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഇനി ആരെങ്കിലും സർ വില്യം മ്യൂറിനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കുകളിലെ അവസാന പദങ്ങളായ ലൗകാൻ ലഹു അഹദുൻ എന്നതിന് ആരെങ്കിലും ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് അർത്ഥമെന്ന് ധരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ മനസ്സിലാക്കിക്കൊള്ളട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉദ്ദേശം ഇത് തന്നെയാണെങ്കിൽ പോലും അതിന്റെ അർത്ഥം ഇയാൾക്ക് ആരെങ്കിലും കൂട്ടുകാരനായി കിട്ടിയാൽ മാത്രമേ സാധ്യതയുള്ളൂ. അങ്ങനെ
ആണെങ്കിൽ ഈ സംസാരത്തിൽ യുദ്ധത്തിന് പ്രേരണ നൽകുന്ന സൂചന കാണപ്പെടാവുന്നതാണ്. അതിനുള്ള മറുപടി എന്തെന്നാൽ, ഞങ്ങൾ നൽകിയ വിവക്ഷ തികച്ചും അറബി ശൈലിക്ക് അനുസൃതമാകുന്നു. ഞങ്ങൾ വിവരിച്ച ചരിത്രവും അതിനുള്ള ഉദാഹരണങ്ങളും ഹദീസുകളിൽ ഒരുപാട് കാണപ്പെടുന്നുണ്ട്. അതിനു പുറമെ കാൽപ്പനികമായും വില്യം മ്യൂർ ചെയ്തതുപോലെ അർത്ഥം കൊടുക്കുകയാണെങ്കിൽ പോലും ഈ വാചകത്തിന്റെ സാഹചര്യത്തിൽ അബൂബസീറിന് തന്റെ സമാന ചിന്താഗതിയുള്ള ആളെ കിട്ടുകയാണെങ്കിൽ യുദ്ധാഗ്നി ആളിക്കത്തിക്കാൻ കഴിയുമെന്നും, പക്ഷേ ദൈവാധീനത്താൽ അയാൾക്ക് മദീനയിൽ നിന്ന് അത്തരമൊരു സുഹൃത്ത് ലഭ്യമായില്ലെന്നും മാത്രമേ അർത്ഥമെടുക്കാൻ കഴിയുകയുള്ളൂ. ചുരുക്കത്തിൽ അയാൾക്ക് അങ്ങനെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിൽ അതിന് സാധ്യതയുണ്ടെന്നും, പക്ഷേ ഞങ്ങളുടെ ഇടയിലുള്ള ഒരാളും അയാളെ സഹായിക്കുക പോലും ഇല്ലെന്നുമാണ് മനസ്സിലാകുന്നത്. ചുരുക്കത്തിൽ ഏതർത്ഥമെടുക്കുകയാണെങ്കിലും ഈ വാചകത്തിന്റെ സാഹചര്യവും അതിന്റെ ആദ്യഭാഗവും വ്യക്തമാക്കി തെളിയിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദ്ദേശം അബൂബസീറിനെ ഗുണദോഷിക്കുകയായിരുന്നുവെന്നും യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയല്ലായിരുന്നു എന്നുമാണ്. തന്റെ വാക്കുകൾ കോപവും ഗുണദോഷിക്കലുമുള്ള വാക്കുകൾ തന്റെ സംസാരം തുടങ്ങുന്ന വ്യക്തി, അതായത് അയാളുടെ മാതാവിന് അത് ദോഷകരമായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് സംസാരം തുടങ്ങുമ്പോൾ യുദ്ധം ആളിക്കത്തിക്കുന്ന ആളാകുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞ ഉടൻ തന്നെ നീ യുദ്ധം തുടങ്ങിക്കോ എന്നും പറയുമോ? ഏതായാലും ആക്ഷേപിക്കാനുള്ള താല്പര്യത്തിൽ ബുദ്ധിയെ കൈയൊഴിയാൻ പാടില്ലായിരുന്നു. എന്നാൽ തങ്ങൾ ഓറിയന്റലിസ്റ്റുകളും വിദ്യാസമ്പന്നരുമാണെന്ന് വാദിക്കുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിശുദ്ധ വ്യക്തിത്വത്തെക്കുറിച്ചും ഇസ്ലാമിക ചരിത്രത്തെക്കുറിച്ചും ആക്ഷേപമുന്നയിക്കുമ്പോൾ തീർത്തും ബുദ്ധിമാന്യമുള്ളവരെ പോലെയാണ് സംസാരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ, അബൂബസീറിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കുകൾ എങ്ങനെയാണ് സ്വാധീനിച്ചത് എന്നും അദ്ദേഹം അതിന് എന്ത് അർത്ഥം കൊടുത്തു എന്നതുമാണ്. ഇത് സംബന്ധിച്ച് നിവേദനങ്ങളിലുള്ള വാക്കുകൾ ഇപ്രകാരമാകുന്നു: ഫലമ്മ സമിയ ദാലിക അറഫ അന്നഹു സയുറദ്ദുഹു ഇലൈഹിം. അതായത് അബൂബസീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കുകൾ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതായാലും തന്നെ മക്കക്കാരുടെ കൂടെ തിരിച്ചയക്കുമെന്ന് മനസ്സിലാക്കി. അപ്പോൾ അദ്ദേഹം രഹസ്യമായി മറ്റൊരു വഴിയിലൂടെ ഓടിപ്പോവുകയാണ് ചെയ്തത്. കഷ്ടമെന്നേ പറയേണ്ടൂ. ഏതൊരു വ്യക്തിയെ സംബോധന ചെയ്തുകൊണ്ടാണോ ഈ വാക്കുകൾ പറഞ്ഞത്, അദ്ദേഹം മനസ്സിലാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രവർത്തനത്തിൽ അസന്തുഷ്ടി പ്രകടിപ്പിച്ചു എന്നും തന്നെ മക്കക്കാരുടെ ഇടയിലേക്ക് തിരിച്ചയക്കുകയാണ് എന്നുമായിരുന്നു. എന്നാൽ 1300 വർഷങ്ങൾക്ക് ശേഷം വരുന്ന നമ്മുടെ ഉദാരമതികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബസീറിനോട് തനിയെ ഗ്രൂപ്പ് ഉണ്ടാക്കി യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്ന് പറയുന്നു. പക്ഷപാതത്തിന്റെ അങ്ങേയറ്റമാണിത്. അന്യായത്തിനും ഒരു പരിധിയൊക്കെ ആകാവുന്നതാണ്. നീതിയെക്കുറിച്ച് വിളംബരപ്പെടുത്തുന്നവരുടെ ഈ ഇരട്ട മാനദണ്ഡം എപ്പോഴും ലോകത്ത് കലാപത്തിന് ഇടവരുത്തിയിട്ടുണ്ട്. ഇന്നും ഇതുതന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഇപ്പോഴും ലോകത്തിനും പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കും വിവേകം നൽകുകയും ഈ ദജ്ജാലി ഫിത്നയിൽ നിന്ന് സംരക്ഷണം നൽകുകയും ചെയ്യുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر